അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സഞ്ചാരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധാത്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരേ സബ്ജക്റ്റ് തന്നെ ഡീൽ ചെയ്യണം അല്ലേ? ഒരേ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പ്രഭു അങ്ങ് നമ്മളെ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അത് പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും. അത് പുറത്തുനിന്ന് തന്നെ കളകളാണ്, പക്ഷെ അകത്തുനിന്ന് തന്നെ കളകൾ ഉണ്ടാകും. മത്തായി 13:27 വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? എങ്ങനെ? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ശക്തിയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പോൾ കളകള് പുറത്തുനിന്ന് വരാം, അങ്ങനെ നമ്മുടെ വിശ്വാസം ഫെയ്ഡാകാം. മറ്റുള്ളവർ പറയും അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു, അല്ലെങ്കിലും ആ ഉദ്യോഗത്തിനെ കിട്ടുമായിരുന്നു, അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ്, പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ്സ് ചെയ്തില്ലേ. അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിതക്കും. അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും. ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ? ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും, എൻ്റെ മകളെ കണ്ണ് പൂട്ടിയിട്ടില്ല, കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത്. ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല. ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു, ഞാനും പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു, കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്ത് ചെയ്യും? അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ, ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും. അപ്പം അവർ കന്ന കാളയെന്ന് മറ്റും നിലവിളിച്ച് ജപമാല ചൊല്ലി കൃപാസനം കാശുരൂപമൊക്കെ തിരുവിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ സാറാണ് എന്നെ ജയിപ്പിച്ചെന്ന് പറയും. ആര്? ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ എന്ന് പറയും. പിന്നെ മാതാപിതാക്കന്മാരെ പറയും. 3ാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം. കാരണം ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും. ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ്. നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രഫറി, ആദ്യം ഗൈഡ്, ആദ്യം കോച്ച്, പിന്നെ മാതാപിതാക്കന്മാർ, പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ 3ാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടായിരിക്കണം നല്ലത്, വായു വല്ല ക്ലിപ്പിട്ടിരിക്കുന്ന നല്ലത്. മിണ്ടണ്ട, വെറുതെ ദൈവത്തിൻ്റെ കാര്യം 3ാമത് പറഞ്ഞ് പണി മേടിക്കേണ്ട ആവശ്യമുണ്ട്. നിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണം ദൈവം. അപ്പം മിണ്ടരുത് നീ. അപ്പം എന്താ, അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം, അല്ലെ പറയാൻ നിൽക്കരുത്. കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത്, പിന്നെ എന്താ ദൈവത്തിന്റെ കാര്യം പറയണത്? റോമ 1:23 അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നമ്മൾ സംഭവം, നിങ്ങളുടെ പരിഗണന പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് 1ാം സ്ഥാനത്ത് വരണം, അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം. അതാണ് ജമീമ അവിടെ വിജയിക്കണത്. അവൾ 1ാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുവന്നു, പിന്നെയാണ് കോച്ചും, പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത്.
ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത്, റെഫറൻസ് നിൻ്റെതാണ്. അപ്പം നീ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. പറയണമെങ്കിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത്. അത് പറഞ്ഞ് പണിമടിക്കാൻ തുല്യമായിരിക്കും. അത് റോമ 1:23 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരിയിരിക്കും. കോച്ചിനും മാതാപിതാക്കന്മാരും കൊടുത്തവരിയിരിക്കും, അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്തവരിയിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണത് എപ്പോഴും കത്തോലിക്കർക്കായിരിക്കും. ഞാൻ പറയുന്നുള്ളത് ആൾക്കാരെ. എൻ്റെ പേര് ബെൻസി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്നെ ഈ തിരുസന്നിധിയിൽ നിർത്താൻ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തത് 23/10/2023 എനിക്ക് 3 വർഷമായി ജോലിയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ ആൾത്താരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ടു തരണം. 10/5/2025 അമ്മ മാതാവ് അത് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിൻ്റെ മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിനും വിസ അടിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സൗദി റൂൾ അനുസരിച്ച് അപ്പനും അമ്മയും സൗദിയിലുണ്ടെങ്കിൽ അപ്പന് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. വളരെ ഭാരത്തോടെ ഞാനിവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് റിയാദിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു, ചെയ്യില്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഇന്ത്യൻ എംബസി പോയിട്ട് വരണമെങ്കിൽ അത് 1 മാസം എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് പോകാം, ദൈവം നമ്മളെ സഹായിക്കും, അമ്മ മാതാവ് വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരാളിനെയും കൊണ്ട് എടുത്ത് ഞങ്ങൾ ആ ഓഫീസിൽ ചെന്നു. അപ്പം അവിടെ ഇരുന്ന കുറേ പേര് ഞങ്ങൾ പറഞ്ഞു, ടോക്കൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വളരെ ഉയരം, അതിനു മുമ്പ് ഞാൻ ആ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും കേൾക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായ വിസകൾ മാതാവിൻ്റെ നാമത്തിൽ അടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ശിമിയോൻ്റെ പ്രവചനം, അമ്മയുടെ ഹൃദയത്തിലുള്ളൊരു വാൾ കടന്നു കയറുമെന്ന് ആ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ തന്നെ വന്ന് അടിക്കണം, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞാൻ അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പർ 90, നിങ്ങളുടെ നമ്പർ 93 ഈ 90 എന്നുള്ള നമ്പർ നിങ്ങളെടുത്തോ, എനിക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ നമ്പറിനെ കൊണ്ട് എൻ്റെ നമ്പർ കൊണ്ട് എനിക്കൊരാവശ്യമില്ല,
നിങ്ങൾ ഈ 90 നമ്പർ കാണിച്ച് കയറിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനോട് എന്തോ സംസാരിച്ചു. ആ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നീടും കയറി വന്നു, ഒന്ന് തലയുയർത്തി എന്നെ നോക്കി കടന്നുപോയി. ആ സൗദിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തൊട്ട് മുമ്പിലിരുന്നവരുടെ വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒറിജിനൽ വേണ്ട, നിൻ്റെ സിറോക്സ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിറോക്സ് അവരെ കൊടുത്തു. ആ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ് ചാര നിറമായിരുന്നു. വളരെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ വിസ അടിക്കേണ്ടതെന്ന്. അങ്ങനെ അവർ ഞങ്ങളോട് സാലറി സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ വളരെ ദൂരത്തിലാണ്, കമ്പനിയിൽ പോയി ഹസ്ബൻഡിന് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സൗദി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഗോസി എന്നൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അക്കോർഡിംഗ് ടു സൗദി റൂൾ 4500 റിയാലിന് എബോ ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വളരെ കുറവാണ്. ഞങ്ങൾ ഗോസി എന്ന ആപ്പ് തുറന്നു, സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ ആ ഫോൺ വാങ്ങിച്ചതും വന്ന സാലറി സർട്ടിഫിക്കറ്റ് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അയാൾ ചോദിച്ചു, മകളുടെ പേര് സാറ എന്നല്ലേ, നിൻ്റെ മകളുടെ വിസ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് ബോംബെയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ സിസ്റ്ററാണ്. സൗദി റൂൾ അനുസരിച്ച് പേരൻസിനെയോ ഫാദറിലെയോ മദറിലെയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയുടെ സിസ്റ്റർ വിധവയാണ്, കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ വിസ അടിക്കാറില്ല. ഞാൻ നാട്ടിൽ വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആ വിസ അമ്മ അടിച്ചു തരണം, നവംബർ 6 മുമ്പ് അമ്മ അടിക്കണം. നവംബർ 5-ാം തീയതി ആ വിസ സൗദിയിൽ നിന്ന് അടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ VFSC പോയപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ അടിച്ച്, ഈ വിസ അമ്മ തന്നെ അടിക്കണം. ഞാൻ ആ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് VFSC ഇരിക്കുന്നതെന്ന്. ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്റർ ആയതുകൊണ്ട് വിസ അടിക്കില്ല, നിൻ്റെ അമ്മയുടെ പാസ്പോർട്ടിലെയും നിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ പാസ്പോർട്ടിലെയും മദർ ആൻഡ് ഫാദറിനെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ നീ ആ വിസ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിലല്ല, എൻ്റെ അപ്പനും അമ്മയും പ്രോസസ്സ് ഇത് ചെയ്തു തരും. കാരണം എൻ്റെ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ റിസ്കിൽ ഞാൻ ആ സൈനിട്ട് മാതാവിൻ്റെ ഈശോയുടെയും പ്രാർത്ഥിച്ച് ഞാൻ ആ വിസ വിട്ടു. നവംബർ 15-ാം തീയതി എൻ്റെ ആൻറ്റിയുടെ വിസയും പാസ്പോർട്ടും ഞാൻ റിസീവ് ചെയ്തു. ഞങ്ങൾ 25-ാം തീയതി പോവുകയാണ്. ആ വിസയും പാസ്പോർട്ടും മാതാവിനെ കാണിക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ സൗദിയിൽ വളരെ പാടാണ് ഒരു വാടക ഭവനം കിട്ടാൻ. ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ 26,000 റിയാലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് അത്രയും പൈസ കൊടുത്ത് ഒരു ഭവനം വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വളരെ വാടക കുറഞ്ഞൊരു ഭവനം അമ്മ എനിക്ക് ഒരുക്കി തരണം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് എന്നെ ഒരാളെ അമ്മ എന്നും കാണിച്ചു തരും. അതെനിക്ക് ആരാന്നറിയത്തില്ല. എന്നും ഞാൻ പോകുന്ന വഴിയിൽ അയാളുടെ മുഖം എൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭവനമുണ്ട്, ചേച്ചി ഒന്ന് പോയി നോക്കാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നും എനിക്ക് കാണിച്ചു തന്ന മുഖമുള്ള ആ ആളുടെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അതും വളരെ കുറഞ്ഞ വാടകയിൽ അമ്മ മാതാവ് ആ ഭവനം എനിക്ക് ഒരുക്കി തന്നു. അതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ RCCയിൽ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ ആരെന്നെ വിളിച്ച് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമ്പാദ്യം ഞാൻ കൊടുക്കും. ക്യാൻസർ രോഗികൾക്കെന്ന് മാത്രമല്ല, കുറേയധികം ബുദ്ധിമുട്ടുന്നോ എന്നോട് എന്താവശ്യപ്പെട്ടാലും പൈസ കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും എന്നെക്കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠന പുസ്തകങ്ങളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി ശരിക്കും ഒരു ഫയറാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. നിരവധി തവണ
മാതാവിൻ്റെ രൂപവും റോസാപ്പൂവും തിരുഹൃദയവും ഒക്കെ അമ്മ എനിക്ക് ആ മെഴുകുതിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ എനിക്ക് പത്രം ഒന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുക്കും. ആത്മീയമായിട്ട് ബൈബിൾ വചനം കുറേ പഠിക്കുവാനും ബൈബിൾ കൂടുതൽ തവണ വായിക്കുവാനും ഒരുപാട് തവണ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് ഈശോ എനിക്ക് ശക്തി തന്നു. അതേപോലെ തന്നെ എൻ്റെ സാലറി കുറവാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ മാതാവിന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിത്തിൻ 5 മിനിറ്റിനുള്ളിലാണ് മാതാവും എനിക്ക് ആ സാലറി കൂട്ടി തന്നത്. എപ്പോഴും എനിക്ക് ബൈബിളിൽ കിട്ടുന്ന വചനമായിരുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. രണ്ടാമത് കിട്ടുന്ന വചനമാണ്, തള്ളിക്കളഞ്ഞ് കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സംഭവിച്ച ആശ്ചര്യമാണ്. ശരിക്കും ഒരു ജോലിയില്ലാതെ ഭാരം നിന്നപ്പോഴും ഓരോ കാര്യത്തിനും ഞാൻ വിഷമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അമ്മ മാതാവ് ഞാൻ ചോദിക്കാത്തതിലായി ഉപരിയായി എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ച് ഇവിടെ നിർത്തി. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷണത്തിന് നിരന്തര സാക്ഷിയാക്കി ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിൽ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനില, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 18 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. 2022 ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്ന് 2023 ഞാൻ ജർമ്മൻ 4 മൊഡ്യൂളും പാസ്സായി ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു. അങ്ങനെ 3 മാസം കൊണ്ട് ശരിയായി പോവാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 4 മാസമായിട്ടും എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നീങ്ങണതിനെ പറ്റി ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ആ ഏജൻസിയിൽ നിർത്തി. ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങി ഏപ്രിലിൽ രണ്ടാമതൊരു ഏജൻസിയിൽ കൊടുത്തു. ആ ഏജൻസിയിൽ കൊടുത്ത വഴി തന്നെ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു വേറെ ഏജൻസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വേഗം പാസ്സായി. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അനില ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺട്രാക്റ്റ് വരും. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കോൺട്രാക്റ്റ് വരാണ്ടായപ്പോൾ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അനില സെലക്ട് ആയിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ പോകാൻ പറ്റും, അപ്പോൾ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കോൺട്രാക്റ്റ് വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു എന്താണ് കൃപാസനത്തിൽ നടക്കണത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. സാധാരണ പോലത്തെ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല, പിന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോണ കാര്യങ്ങൾ ശരിയായ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെയും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഏജൻസിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്കുകാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ എടുക്കുന്നില്ല, എന്നോട് വേറെ നോക്കിക്കോളാൻ പറഞ്ഞു. എൻ്റെ സോറി പറഞ്ഞു അവരെന്നോട്. അപ്പോൾ 2 ഏജൻസിയിൽ കൊടുത്തിട്ട് ഒന്നും ശരിയാവാണ്ട് ആകെ വിഷമമായി. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഞാൻ 2024 ഓഗസ്റ്റ് 18 ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത 90 ദിവസം കൊണ്ട് എൻ്റെ കാര്യം സാധിക്കും. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിയുമ്പോൾ നമ്മൾ മരുന്ന് നിർത്തണ പോലെ എൻ്റെ കാര്യം 90 ദിവസം കൊണ്ട് സാധിച്ച് കിട്ടിയിട്ട് ഉടമ്പടി നിർത്താം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പേപ്പറൊക്കെ കൊടുക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മടിയായിരുന്നു ആദ്യം. അങ്ങനെ എനിക്ക് സെയിം ഏജൻസിയിൽ തന്നെ എനിക്ക് പിന്നെയും ഒരു വേറെ എംപ്ലോയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു പിന്നെയും സെലക്ട് ആയിട്ടുണ്ട്, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവാണ്ട് 2024 ജനുവരിയിൽ എനിക്ക് പിന്നെയും അവരൊരു സെയിം കഴിഞ്ഞ പോലത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവർക്കും കൊണ്ടുപോയി പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് കൊടുത്ത 3 ഏജൻസിയിൽ നിന്നും എനിക്ക് എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങാണ്ട് ആകെ വിഷമായി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്. അതിന് മുന്നേ എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ മടിയായിരുന്നു, വലിയ വീഡിയോസ് ഇരുന്ന് കാണല്ലോ. പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ വേറെ എന്തൊക്കെ യൂട്യൂബിലിരുന്ന് കാണുന്നു, സിനിമകളായിട്ടും അങ്ങനെ കുറേ മണിക്കൂറുകളുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കണില്ലല്ലോ എന്നോർത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്.
എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് തിരുത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് സാക്ഷ്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തിരുത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസി വഴി ഒന്നും അല്ലാണ്ട് നേരിട്ട് ജർമ്മനിയിൽ നിന്നുള്ളൊരു ക്ലിനിക്കുകാർ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അവരെൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് എൻ്റെ പേപ്പർ വർക്കുകൾ വേഗം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്തി തുടങ്ങി. അന്ന് തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയെ ഒരുപാട് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. മുന്നുള്ള 3 ഏജൻസിക്കാർ എന്ത് ചോദിച്ചാലും അവരത് പറഞ്ഞു തരില്ലായിരുന്നു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവർ അപ്ഡേറ്റ്സ് പിന്നെ പറയാമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നേരിട്ട് ക്ലിനിക്ക് വഴി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോയാലും മറുപടി കിട്ടുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം വന്നത്. എൻ്റെ ജർമ്മൻ B2 എക്സാം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് 1 വർഷത്തിന് മേളിൽ B2 ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്കൊക്കെ എംബസിയിൽ നിന്ന് റിജക്ഷൻ കിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം ആവാൻ പോണു. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വന്നു. ആകെ വിഷമായി. എല്ലാ വഴിയും അടഞ്ഞിരുന്നു, ഒരു വഴി തുറന്നു വന്ന് അത് ശരിയായി വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്ന് അങ്ങനെ പ്രശ്നമായിട്ടിരുന്ന് ആകെ സങ്കടമായി. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു, സാരില്ല, നമുക്ക് വെച്ച് നോക്കാം, നല്ലോണം പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിലുമുള്ള ഉറപ്പിൽ അവർക്ക് ഞാൻ കൊടുത്തു. അവരുടെ തീരുമാനം എന്താണോ, എനിക്ക് എംബസിയുടെ തീരുമാനമല്ല അറിയേണ്ടത്, അവരുടെ തീരുമാനം എന്താണ്, ഈശോയും മാതാവ് എനിക്ക് എന്താണോ തരാൻ തീരുമാനിച്ചേക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പേപ്പറും കൂടി അവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റിൽ നിന്ന് വരാനുണ്ടായിരുന്നു. ഒന്ന് ബെഷൈഡും ഒന്ന് പ്രീ അപ്രൂവലും. അപ്പോൾ പ്രീ അപ്രൂവൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെഷൈഡ് വരണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പേപ്പർ വർക്കുകളിനെ പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതി തലേദിവസം 7-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാളെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് ഈശോയിൽ നിന്ന് സമ്മാനം ചോദിച്ചു വായിക്കുമ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നതിനുള്ളൊരു അപ്ഡേറ്റ്, എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് വരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന മെസ്സേജ് എനിക്ക് എൻ്റെ എംപ്ലോയർ അയച്ചു തന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ തിങ്കളാഴ്ച ജർമ്മനിയിലെ ഗവൺമെൻറ് ഓഫീസ് തുറക്കുമ്പോൾ എൻ്റെ ബെഷൈഡിൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വൈകിട്ടാവുമ്പോഴേക്കും എൻ്റെ എംപ്ലോയർക്ക് ആ പേപ്പർ കിട്ടി എനിക്ക് അയച്ചു തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സമയം 11:30-ക്കാണ് അവിടെ എൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവണത്. അങ്ങനെ ഇവിടുത്തെ സമയം 11:45 എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ ചെയ്തു, എൻ്റെ ബെഷൈഡ് കിട്ടിയെന്നും പറഞ്ഞ് എനിക്കത് ഫോർവേഡ് ചെയ്തു തന്നു. അപ്പോൾ ഫോർവേഡ് ചെയ്ത മെയിലിൽ എംപ്ലോയർക്ക് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇത് അയച്ചു കൊടുത്തതെന്നുള്ള ടൈമും ഡേറ്റും ഉണ്ട്. അത് കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് എംപ്ലോയർക്ക് ഇത് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തത്. ജർമ്മനിയിൽ ഒരു അവധി ദിവസം ആരും ജോലി ചെയ്യാത്തതാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ബെഷൈഡ് എൻ്റെ എംപ്ലോയർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത്. അതോടുകൂടി എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നെനിക്ക് ഉറപ്പായി. അങ്ങനെ അത് കിട്ടി. എൻ്റെ ലാസ്റ്റ് എനിക്ക് വരാനുള്ള പേപ്പർ പ്രീ അപ്രൂവൽ ആയിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒപ്പം തന്നെ വെച്ച കുട്ടിക്ക്, സെയിം സ്ഥലത്തേക്ക് വെച്ച കുട്ടിക്ക് 3 മാസമായിട്ടും പ്രീ അപ്രൂവൽ വന്നില്ല. അപ്പോൾ എന്നോടും എൻ്റെ എംപ്ലോയർ പറഞ്ഞത് 3 മാസമൊക്കെ പിടിക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 1.5 മാസം എത്തിയപ്പോഴേക്കും എൻ്റെ പ്രീ അപ്രൂവൽ ഇതുപോലെ ഒരു തിങ്കളാഴ്ച വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യം ഒന്നും നടക്കാത്തതിൽ നിന്ന് എൻ്റെ മാതാവൻ ഇത്ര എത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എൻ്റെ പ്രീ അപ്രൂവൽ ഒരു തിങ്കളാഴ്ച വന്നു. ആ ഇടയ്ക്ക് ഇനി നേരെ വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ്. പക്ഷെ ആ സമയത്ത് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഏജൻറ്റ് വഴി കുറേ പൈസ കൊടുത്തൊക്കെയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് പ്രീ അപ്രൂവൽ വന്നന്ന് തന്നെ എംബസിക്ക് ഒരു മെയിൽ ചെയ്തു, എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടാനില്ല എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. പക്ഷേ എംബസിയിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്ത് പൈസ കൊടുത്ത് തന്നെ ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ആളുടെ എൻ്റെ പേപ്പറുകൾ കൊടുത്തപ്പോഴേക്കും എനിക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നു, അനിലേക്ക് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ സൗകര്യം ചോദിച്ച് അവർ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ എന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഡേറ്റായിട്ട് ഞാൻ 17-ാം തീയതി ഒക്ടോബർ 17 അതിൽ 7 എന്നുള്ള നമ്പറുള്ളതുകൊണ്ട് ഞാൻ ആ നമ്പർ നോക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടി. അതും 3 ദിവസത്തിനുള്ളിലുള്ള ഡേറ്റ് തന്നെ കിട്ടി. ഞാനങ്ങനെ
എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 2 വർഷം കഴിഞ്ഞു. 1.5 വർഷം 1 വർഷം കഴിഞ്ഞവർക്ക് വരെ റിജക്ഷൻ എന്നോടത്ത് എൻ്റെ 2 വർഷം കഴിഞ്ഞു എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്. അപ്പം ഞാൻ മാതാവിനോട് ഈശോനോടും പറഞ്ഞു, എനിക്ക് ഇനി ഒരു മെറിറ്റും ഇല്ല, എനിക്ക് ഒരു യോഗ്യതയില്ല ഇത് കിട്ടാനായിട്ട്. കാരണം 1 വർഷം കഴിഞ്ഞവർക്ക് റിജക്ഷൻ ആയ സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ള മാതാവിയെന്ന് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഈശോയ്ക്കും മാതാവിന് ഞാൻ വിട്ടു തന്നേക്കാം, അവിടെ നിന്ന് എന്താണ് എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ച് വെച്ചേക്കണേ അതനുസരിച്ച് നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കാനാണെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നത്തേക്ക് വേണം എന്നുള്ളതും തീരുമാനിക്കാൻ പറ്റാണ്ട് ആകെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് 2 ആഴ്ച കൊണ്ട് വിസ വരേണ്ട എൻ്റെ വിസ 1 മാസം കഴിഞ്ഞിട്ടും വിസേനെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ എംബസിയിലേക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആവണ, 1 വർഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് റിജക്റ്റ് ആവണ ആ അവസരത്തിലാണ് എൻ്റെ 2 വർഷം കഴിഞ്ഞ് എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജർമ്മനിയിലേക്കുള്ള ജോബ് വിസ മാതാവ് ഈശോയും കൂടി അടിച്ചു തന്നത്. ഇതെനിക്ക് ഉറപ്പാണ്, എൻ്റെ യോഗ്യത കൊണ്ടല്ലാതെ എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ ഇത് എംബസിക്കാർ അടിച്ചു തന്നതല്ലാന്നും എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് എംബസിക്കാരുടെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് റിജക്ഷൻ ആണ്. എംബസിക്കാരടിച്ച് എനിക്ക് റിജക്ഷനേ അടിക്കുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് എൻ്റെ വിസ അപ്രൂവലായി ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇന്നലെ എനിക്ക് വിസയുടെ കൊറിയർ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതും കൊണ്ട് പള്ളിയിൽ പോയിരുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ കൊന്ത ചൊല്ലി എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ചാണ് തുറന്ന് നോക്കിയത്. എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല. കാരണം അത്രത്തോളം എനിക്ക് യോഗ്യത ഇല്ലാത്ത എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് അത് മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്കത് നേടിത്തന്നതാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവിടെ അമ്മമാർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും. സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്ന അമ്മമാരുണ്ട്, അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും. അവരുടെ നെഗമൊക്കെ വെട്ടി കൊടുക്കും, അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും. പിന്നെ ഞാനും അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെ കയ്യിൽ കൊടുത്തുവിടും വഴിയിലൊക്കെ ഇരിക്കണവർക്ക്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മാനസികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ നിൽക്കുന്ന ഒരു മഠമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് 10-30 പേരോളം ഉണ്ട് അവിടെ. അപ്പോൾ അത്രയും പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തനം. എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പള്ളികളിലാണ് കൊണ്ടുകൊടുത്തിരുന്നത്. ഞങ്ങളുടെ പള്ളിയിലും വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടുകൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനം, പത്രപ്രവർത്തനം നന്നായിട്ട് നടത്തുന്നവർ അല്ലെങ്കിൽ ഈശോനെ പ്രഘോഷിക്കുന്നവരിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈശോനെ അറിയുന്നവരുടെ ഇടയിലല്ല എൻ്റെ പത്രപ്രവർത്തനം നടത്തേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ അത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. അതും പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ തൊട്ട് ബസ് സ്റ്റാൻഡുകളിലായി കൊടുക്കൽ. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോനെയും മാതാവിനെ പറ്റി അറിയാത്തവർക്ക്, കൃപാസനത്തെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ചില കോളേജിൽ പഠിക്കുന്ന അക്രൈസ്തവരായ കുട്ടികളൊക്കെ എൻ്റെ പേപ്പർ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുകൊടുക്കാനുള്ള ഞാൻ കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ച അന്ന് എനിക്ക് രാവിലെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കാൻ പേടിയാവണം. എനിക്ക് നാണക്കേടല്ല തോന്നിയത്, പേടിയാണ്. ആരെങ്കിലും ചീത്ത പറയോ, പേപ്പർ കൊടുക്കാൻ ചീത്ത പറയോ എന്നുള്ള പേടിയായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എന്തിനാ പേടിക്കണത്, എൻ്റെ കൂടെ മാതാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു മണം വരുന്നത്. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ ചെടിക്ക് വലുതോ അങ്ങനെ ഒന്നുമല്ല, ഞാൻ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടെ അകത്ത് റൂമുകളിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മാത്രം മണം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിയാവണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നതാ മാതാവ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പന് കൃപാസനത്തിൽ അങ്ങനെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം അപ്പനാണ് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഇത് പത്രം കൊടുക്കാനായിട്ട്. അപ്പൻ എൻ്റെ ബൈക്കിന് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കണവരെ അപ്പനും മണം കിട്ടി, എനിക്കും അപ്പനും നല്ല രീതിക്ക് മണം കിട്ടി. എൻ്റെ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, അപ്പനെ ആ മണം കിട്ടിയില്ല. അപ്പം തന്നെ അപ്പൻ അമ്മേനെയും കൊണ്ട് മാളയ്ക്ക് ഞങ്ങളുടെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പൻ പറഞ്ഞു, അമ്മയ്ക്കും ആ മണം കിട്ടിയില്ല. അപ്പം അപ്പന് ആ വിശ്വാസം വർദ്ധിക്കാൻ, അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ കൂടെ വന്നപ്പോൾ അപ്പനും ആ ഒരു സുഗന്ധാഭിഷേകം കൊടുത്തത്. ഇത്രയാണ് ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 കാണുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈശോയും മാതാവും എൻ്റെ അസാധ്യ കാര്യങ്ങളെ സാധിച്ച ഈശോയ്ക്കും മാതാവും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കും. എൻ്റെ പേര് അനിത, എൻ്റെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി നിന്നാണ് ഞാൻ വരുന്നത്.
ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 31 ആയിരുന്നു. ഞാനിപ്പോൾ 7ാമത്തെ തവണയാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത്. ഈ അൾത്താരയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അവിടെ നിൽക്കാനുള്ള എനിക്കൊരു കൃപ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ഒരുപാട് ലേറ്റായെന്നും എനിക്കറിയാം. അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു. ഒരു കണ്ണ് ഓൾറെഡി കാഴ്ച തിരിച്ച് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു കണ്ണിന് സർജറി നടത്തി. അങ്ങനെ കുറച്ച് കാഴ്ചയുണ്ട്. അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോൾ ഇതുപോലെ കൃപാസനത്തിൽ പോകണം, അവിടെ ചെന്ന് നീ ഒരു ഉടമ്പടി എടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇവിടുത്തെ പത്രങ്ങൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ ഈ പത്രങ്ങൾ അവിടെ ടേബിളെ വായിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അത് ഞാനെടുത്ത് വായിക്കുകയും ചെയ്യും. എനിക്കെന്തോ ഈ പത്രം കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ആയിരുന്നു എപ്പോഴും. അങ്ങനെയാണ് അമ്മ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എൻ്റെ കയ്യിൽ ഈ പത്രം കിട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ടും എനിക്കതിന് പോകാനുള്ള ഒരു യോഗ്യത ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ അമ്മ പറഞ്ഞതിന് പ്രകാരം ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 21 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലോക്കിൽ നിന്ന് വസ്തു അനുവദിക്കുകയും അത് മേടിക്കാൻ കഴിയുകയും ചെയ്തു. അതിനു മുമ്പ് ഞാൻ എൻ്റെ വസ്തുവിൻ്റെ എഗ്രിമെൻ്റ് എഴുതുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അത് എനിക്ക് ജപമാല റാലിയെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ സ്വപ്നം കാണുന്നത് ഇങ്ങനെ റാലി പോകുന്നു. അപ്പോൾ അതിൽ ഈ ഇത്രോളം കൈയുള്ള വെള്ള ഉടുപ്പിട്ട ഡ്രസ്സ് ധരിച്ച അമ്മമാരുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞത് ജപമാല റാലിയാണെന്ന്. അപ്പോൾ എന്നെ അത് റാലി കടന്നു പോകുമ്പോൾ എന്നെ കാണിക്കുന്നു ഒരു റൈറ്റിംഗ് ബോർഡിൽ ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് അതിൽ ജൂലൈ 15 എന്നുള്ളൊരു ഡേറ്റ് എന്നെ കാണിക്കുന്നു. എനിക്ക് അന്നേരം എനിക്കത് അറിയില്ല ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. പിന്നീട് എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് ജൂലൈ 15 തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അതെൻ്റെ അമ്മ തന്നൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ 21 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി പൾമണറി എംബോളിസം അടിച്ച് അതിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ അമ്മയ്ക്ക് ശ്വാസമുട്ടൽ കൂടിയ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പം അവിടുന്ന് അമ്മയെ പെട്ടെന്ന് വണ്ടാനത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ അവിടെ അഡ്മിറ്റ് ചെയ്തു. പറഞ്ഞു പെട്ടെന്നൊന്ന്. അപ്പോൾ അമ്മയ്ക്ക് പ്ലൂറൽ ഇഫ്യൂഷനായിരുന്നു. ലങ്സ് മൊത്തം വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അമ്മ ഈ എംബോളിസം അടിച്ചതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇത് കുത്തിയെടുക്കാനുള്ള ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അമ്മ അവിടെ കിടന്ന്. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഒട്ടും കുറവില്ല. അമ്മയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ അമ്മ കണ്ണൂടെ തെള്ളി വരുമായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ എനിക്കിതിന് എന്തോ ഒരു വ്യക്തമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റണം, ഒന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് അമ്മയെ കൊണ്ടുപോകണം. പക്ഷേ അമ്മയെ വേറെടുത്തോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തികമായിട്ടും ഒട്ടും എനിക്ക് അതിനൊരു കഴിവില്ല. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ എന്തായാലും എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന മാഡത്തിനെ ഞാൻ വിളിച്ച് ഈ റിസൾട്ടെല്ലാം ഇട്ട് കൊടുത്ത്. അങ്ങനെ മാഡം പറഞ്ഞു, മാഡം മെഡിസിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് കൊല്ലം. മാഡം പറഞ്ഞ് അമ്മയെ അങ്ങോട്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ അവർ അമ്മയ്ക്ക് ആ ഫ്ലൂയിഡ് കുത്തിയെടുത്ത്. ആദ്യം 600 ml ഉണ്ടായിരുന്നു ഫ്ലൂയിഡ്. അവരത് 5 സ്റ്റഡിക്ക് വിട്ട്. അതിൽ 3 സ്റ്റഡി നോർമലായിരുന്നു. 2 എണ്ണം ഒന്ന് TB അല്ലെ ക്യാൻസർ എന്നുള്ളതായിരുന്നു. TB അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അതിന് മുന്നേ റെഫർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അവിടെ നമ്മുടെ സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്യാൻ തന്നു വിട്ടായിരുന്നു. അതിലെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ട് അവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അവർ വിളിക്കാതെ വന്നപ്പോൾ എനിക്കറിയാം അമ്മയ്ക്ക് എന്താണ് അസുഖം എന്നുള്ളത്. ഈ ഒരു ഫീൽഡിലായപ്പം എനിക്കിതിൻ്റെ സിംറ്റംസ് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ തളർന്നു പോയി. പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എൻ്റെ അമ്മയ്ക്കും അച്ഛനും 65 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യം കൂടി അല്ലയോ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അവരാ 2 പരിശോധനയ്ക്ക് വിട്ടതിൽ ഒന്ന് CA ആണെന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ 2ാമത് അമ്മയ്ക്ക് പരിശോധനയ്ക്ക് എടുക്കണേ വീണ്ടും ഫ്ലൂയിഡ് കുത്തിയെടുക്കണം. പക്ഷേ അമ്മയുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ 2ാമതൊന്ന് കുത്തിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അമ്മയുടെ പ്രായം ഇതൊക്കെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുത്തിയെടുക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്തെങ്കിലും അമ്മ നെഗറ്റീവ് ആണെന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടണം, കിട്ടിയേ പറ്റൂ. കാരണം ലങ്സ് CA ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു വ്യക്തിയായാലും എന്താണ് എത്രത്തോളം വേദന അനുഭവിക്കുക എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്
അമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പകരം എൻ്റെ ആയുസ് അമ്മയ്ക്ക് കൊടുത്തോണ്ട് എന്നെ അങ്ങ് എടുത്തോ, എനിക്കിത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അമ്മയോട്. ഡോക്ടർ പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ലങ് പാനൽ ബ്ലഡ് വിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ അത് ചെയ്ത് നമ്മുടെ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് വന്നത്. എൻ്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞ് ഈ ക്യാൻസർ എന്നുള്ള ആദ്യം സ്ഥിരീകരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ രീതിയിൽ 2 കീമോ കൊടുക്കണം, ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് അമ്മ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അമ്മയെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇതുപോലെ മുടിയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല, ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് എന്നോട് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് പോലും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ഞാൻ ടോക്കൺ എടുത്ത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കൊരു കാശുരൂപം കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ സെയ്ത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് അച്ഛനെ കാണണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ രണ്ടാമത് ബ്ലഡ് എടുത്തപ്പോഴാണ് നെഗറ്റീവ് എന്ന റിസൾട്ട് വന്നത്. അതുപോലെ ഈ എക്സ്റേ എടുക്കാൻ കയറ്റുമ്പോഴെല്ലാം അമ്മ ഈ അച്ഛൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു. അവർ സ്വർണ്ണമെല്ലാം ഊരിപ്പിക്കുമ്പോഴും അമ്മ ഇത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിക്കും. എക്സ്റേ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആ മെഷീനിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ റിങ് പോലും മാറ്റത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ആ എക്സ്റേ എടുക്കാനും കഴിഞ്ഞ് ലാസ്റ്റ് എക്സ്റേയിൽ അമ്മയുടെ ലങ്സ് ക്ലിയർ ആയിട്ടാണ് കിട്ടിയത്. ഒരു ഫ്ലൂയിഡ് കുത്തിയെടുക്കാനോ ഒന്നുമില്ലാത്ത രീതിയിൽ റിസൾട്ട് നെഗറ്റീവായിട്ടാണ്. പിന്നെ അമ്മ പറഞ്ഞ് എനിക്ക് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും എനിക്ക് ചെയ്യണ്ട, ഇനി എനിക്ക് എന്തുണ്ടേലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാത്രം മാറ്റിത്തരുമെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പിന്നീട് അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും അമ്മ ചെയ്തിട്ടില്ല. അമ്മയാണിപ്പം ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. ഇത്രയും അനുഗ്രഹം, ഇത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എനിക്കൊരു അടിസ്ഥാനമില്ലായിരുന്നു അതെനിക്ക് തന്നതും പിന്നെ എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നതും. അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമ്പം ഞങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ട് കൊടുക്കുന്നത്. ആദ്യമൊക്കെ എനിക്കങ്ങ് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കാൻ. അങ്ങനെ ഞാൻ പത്രം കൊണ്ട് കൊടുത്താലും ഒരു ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കത്തില്ല. എന്തോ ഒരു വിഷമം കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോരാൻ നോക്കും. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു കടയിൽ ഞാനൊരു മാസ്കിന് കയറിയപ്പം അവിടെ അമ്മയുടെ 2 കെട്ട് പത്രം ഇരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ഇങ്ങനെ ഒരു മകൾ പറയുന്നു ഇങ്ങനെ പോയപ്പോൾ അവിടെ പത്രം ഇരിക്കുന്നതുകൊണ്ട് അതും കൂടെ എടുത്തു കൊടുത്തെന്ന്. അപ്പോൾ എനിക്ക് മടി പിടിച്ചത് കൊണ്ട് എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. അത് എനിക്ക് ആ മടി മാറാൻ. പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം അത് എടുക്കാതെ അങ്ങ് പോയി. പിറ്റേ ദിവസം വന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ആ കൊടുക്കുന്നതിന് 2-3-4 മാസത്തിന് മുമ്പുള്ള പത്രമായിരുന്നു. എങ്കിൽ പോലും അത് പൊടി പിടിച്ച് നനഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ തട്ടിക്കുടഞ്ഞ് അത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു മടി ഉണ്ടായിട്ടില്ല. എപ്പം കൊടുക്കാൻ പോയാലും ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ ആദ്യം ഡയാലിസിസ് യൂണിറ്റിൽ കയറും. അതുപോലെ രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രെഡിനകത്ത് ഈ പത്രം കൂടെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛനെ പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കും മാതാവേ, അവിടെ നിൽക്കുന്നവരെല്ലാവരും എത്രയോ വേദനകൾ അനുഭവിക്കുന്നു, ഞാനും ഇത് അനുഭവിച്ചവളാണ്. അവർക്ക് ഈ ഒരു പത്രം കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും അമ്മയുടെ അത്ഭുതങ്ങൾ കണ്ട് അവർക്ക് സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു ദിവസമെങ്കിലും ഈ ആശുപത്രി പോകുമ്പോൾ ഒരാളോടെങ്കിലും ഈശോയും അമ്മയും പറ്റി മഹത്വം പറയാൻ എനിക്കൊരു അവസരം എനിക്ക് തരണം. അതുകൊണ്ട് ഒരാളോടെങ്കിലും എനിക്ക് പറയാനൊരവസരം അങ്ങനെ കിട്ടിയിട്ടുകൊണ്ട് എന്നാൽ അറിയാവുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ദിവസവും ജപമാല പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയും അതുപോലെ രാവിലെ വൈകിട്ടും ജപമാല പ്രാർത്ഥിക്കും. അമ്മ ബൈബിള് വായിക്കും. എനിക്ക് ആദ്യമൊന്നും ബൈബിള് വായിക്കാൻ അറിയില്ലായിരുന്നു. എങ്കിലും ഞാനും ഇപ്പം ദിവസവും വായിക്കും. ഒറ്റ ദിവസം പോലും ഞാൻ മുടങ്ങാറില്ലെങ്കിലും ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ജപമാല പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എങ്കിലും മാക്സിമം ഞാനത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. ഇത്രയും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോമുണ്ട്. എൻ്റെ കൂടെ ഞാനൊരു നേഴ്സാണ് വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് അവർക്ക് ഒരു ദിവസത്തെ ഫുഡ് ചെയ്തിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം കൊടുക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത് അവിടെ പോയി ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലാവുന്ന ഒരു 10 രൂപ ഉള്ളെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് കൊടുക്കും. എനിക്കില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ഇനിയും അങ്ങോട്ട് ഞാൻ 7ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇനിയും പുതുക്കണം. ഇനിയും എൻ്റെ മരണം വരെയും ഞാൻ ഇനി എപ്പോഴും എൻ്റെ അമ്മയുടെ ഈശോയുടെ ഒപ്പം കൂടെ തന്നെ എന്നെയും കൂട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, അമ്മേ നന്ദി. എൻ്റെ പേര് സിലി വർഗീസ്. ഞാൻ കണ്ണൂർ ജില്ല കരുവഞ്ചാല ഇടവകയിൽ നിന്ന് വരുന്നു.
ഫെബ്രുവരി 25 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ മകൾ ഡിയനിയയുടെ ഹസ്ബൻഡ് ആൽബിൻ, അവരുടെ കൊച്ചു റയാൻ മാത്യു ആൽബിൻ. ഞങ്ങളുടെ സ്ഥലം ജപ്തി നടപടിയെ തുടർന്ന് ഞാനിവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫസിനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ അമ്മ മാതാവിൻ്റെ അടുത്ത് എൻ്റെ ജപ്തി പേപ്പർ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്ഥലം നിലനിർത്തി തരുന്നുണ്ട് എന്ന്. ഞാനത് വിശ്വസിച്ച് ഞാൻ വീട്ടിൽ പോയി ബാങ്കുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 23 വർഷം മുമ്പ് 1,15,000 രൂപ എടുത്തതാണ്. ആദായത്തിനൊക്കെ വില അടിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. അപ്പം 23 വർഷത്തിന് ശേഷം ബാങ്കിൽ നിന്ന് 5,55,000 രൂപയുടെ ജപ്തി നടപടി വന്നു. ബാങ്കുകാർ പറഞ്ഞു, നിങ്ങൾ അന്ന് എടുത്ത 23 വർഷം മുമ്പ് എടുത്ത 1,15,000 രൂപ മാത്രം അടച്ച് ബാക്കി ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി അടച്ചു തരുമെന്ന്. അത് പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ടതിൻ്റെ ഫലമായി മാത്രമാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കല്ലാതെ വേറെ റെക്കമെൻഡിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്മ മാതാവിനെ മാത്രം ആശ്രയിച്ച് അമ്മ മാതാവ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ അമ്മയുടെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ എടുത്ത പൈസ മാത്രം അടച്ച് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങളുടെ രേഖ തിരിച്ചു തന്നു. ഈ മകളുടെ വിവാഹകാര്യം ആയിട്ടും ഞാനിവിടെ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ടും സകല മാട്രിമോണിയിലും കൊടുത്ത് വിവാഹം നടക്കാതെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വിഷമമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, 6ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ കല്യാണ കാര്യത്തിനൊരു തീരുമാനം അമ്മ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് മകളുടെ കല്യാണം ഉറപ്പിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മോശമായിരുന്നെങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് നല്ല ഒരു കുടുംബത്തിലേക്ക് മകളെ കല്യാണം കഴിച്ചു വിടുവാനുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ കല്യാണ തലേന്ന് ചെറിയ ആളുടെ ഒരു 150 പേരെയൊക്കെ വിളിക്കാനേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് ഒരു 300 പേരോളം വിളിച്ച് നടത്താനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ കല്യാണത്തിന് വന്നവരൊക്കെ പറഞ്ഞു, തങ്കച്ചൻ്റെ ലോട്ടറി അടിച്ചു, അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കല്യാണം നടത്താൻ സാധിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അടിച്ച ലോട്ടറി അമ്മ മാതാവാണ്, കൃപാസന മാതാവാണെന്ന്. വിവാഹം കഴിഞ്ഞപ്പം കുറച്ച് വൈകിയായിരുന്നു ഇവളുടെ വിവാഹം, 26 വയസ്സൊക്കെ ആയപ്പം. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അധികം താമസിയാതെ ഒരു കുഞ്ഞിനെ വേണം. അങ്ങനെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടിയിലും വെച്ചു. ഒരു ദിവസം മോള് വീട്ടിൽ വന്നപ്പം മാതാവിൻ്റെ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ മകൾ പ്രഗ്നൻ്റായി 2 മാസം കഴിഞ്ഞപ്പം ഒരു സിസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അതിനുശേഷം എപ്പോഴും ഛർദിയും ക്ഷീണവും തലകറങ്ങി വീഴലും. മോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബാങ്കിലും വീട്ടിലും എല്ലാം തലകറങ്ങി വീഴുകയും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയായി. 4-ാം മാസം ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ എക്കോ എടുത്തപ്പോഴാണ് അറിയുന്നത് മോൾക്ക് ഹാർട്ടിന് ഹോളുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് പുതിയൊരറിവായിരുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു പനി പോലും വന്ന് ആശുപത്രി കിടക്കാത്ത മോളാണ്. ആ മോൾക്ക് ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമായിരുന്നു. ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 6-ാം മാസമായപ്പോഴേക്കും സെർവിക്സ് താഴ്ന്നുപോയി, ബെഡ് റെസ്റ്റിന് വേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോടുകൂടെ കടന്നു പോകുമ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്ക് കുഞ്ഞാവിനെ മോളെയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. മെയ് 19 അമ്മ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞാവിനെ തന്നു. കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ടായിരുന്നു. ഉണ്ടായപ്പം കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞങ്ങൾക്ക് കൈ തന്നില്ല. കൊച്ചിനെ ഞങ്ങളെ കാണിച്ച് തന്നപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം കൊച്ചിൻ്റെ മേത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 11 ആയപ്പോഴാണ് കുഞ്ഞാവി ഉണ്ടായത്. ഞാനതെൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ ഇളയ മോൻ പറഞ്ഞു, അമ്മേ അതൊരു ട്വിസ്റ്റാണല്ലോ. ഞാൻ ചെന്തേ ഞാൻ 11:11 രാവിലെയും രാത്രിക്കും അലാറം വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ കുഞ്ഞാവി ഉണ്ടായി. കുഞ്ഞാവി ഉണ്ടാകുന്ന സമയത്ത് എന്നെ ലേബർ റൂമിൽ കയറ്റിയിരുന്നു. ഞാൻ അവിടെ ലേബർ റൂമിൽ മോളുടെ കൈ പിടിച്ചിരുന്നു ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ലേബർ റൂമിൽ നിന്ന് എന്നെ പുറത്തോട്ട് വിട്ടു. 10 മിനിറ്റ് പോലും ആകുന്നതിന് മോൾ പ്രസവിച്ചു. അങ്ങനെ അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന്
1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് പോകുമ്പം എല്ലാ പ്രാവശ്യവും അന്ന് പുതുക്കിയിട്ട് പോകുമ്പോൾ ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. ആ പത്രം മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുകയില്ല. ചെന്ന ഉടനെ തന്നെ പത്രം കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രവും അടുക്കി വെച്ച് അന്ന് മുതൽ തന്നെ ഞാൻ വീടുകളിലും ഹോസ്പിറ്റലിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും പത്രം കൊണ്ട് കൊടുക്കും. 2 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പത്രം കൊടുത്തു തീർക്കും. പിന്നെ 3 വർഷത്തോളമായി ഒരു ഓൾഡ് ഏജ് ഹോമിൽ പ്രേക്ഷിത വേലയ്ക്ക് പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകും. ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങൾ പോകുന്നവർ ഞങ്ങൾ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കും. അടിക്കുകയും തുടയ്ക്കുകയും ബാത്റൂം കഴുകുകയും അലക്കുകയും അങ്ങനെ അവർക്ക് ആവശ്യമുള്ള എന്ത് ജോലിയാണോ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ 3-4 പേര് ഉടമ്പടി എടുത്തവർ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ മക്കൾ വീട്ടിലുള്ളപ്പം എൻ്റെ മക്കൾ 3 പേരും വന്നിട്ടുണ്ട്. അവർക്ക് സാഹചര്യമുള്ള സമയങ്ങളിൽ കൃപാസനത്തിൽ വരാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരെ പൈസ ഞാൻ സ്വന്തമായിട്ട് എടുത്തും മറ്റുള്ളവരുടെ കയ്യിൽ ഞങ്ങൾ 3-4 പേര് കൂടി ആയിട്ടും പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവരെ പറഞ്ഞു വിടാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഒരു അപ്പച്ചനെ കാണാൻ പോയപ്പം അപ്പച്ചന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ആ അപ്പച്ചൻ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ചെന്നപ്പം ട്രിപ്പ് എടുത്ത് ബാത്റൂമിൽ പോകാൻ വേണ്ടി ട്രിപ്പ് എടുത്ത് വയ്ക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പോയി വന്നിട്ട് പിന്നെ ട്രിപ്പ് ഇടാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പള്ളി പോയി കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും കാലിലും തൈലം തൂത്ത് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ ട്രിപ്പ് ഇടേണ്ട വന്നില്ല. 10 മണിയായപ്പം ആ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ ട്രിപ്പ് ഇടേണ്ട വന്നില്ല, അപ്പച്ചന് കുറഞ്ഞു, ഞങ്ങൾ വീട്ടിലോട്ട് പോയി എന്ന്. പിന്നെ വേറെ ഒരു ഞങ്ങളുടെ ബന്ധുവായ ഒരു ചേട്ടന് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പം ആ ചേട്ടൻ അന്നേരം എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അന്നേരം ആ ചേട്ടൻ മൈഗ്രെയിൻ്റെ തലവേദന ആ ചേട്ടനെ മാറിക്കിട്ടി. പിന്നെ ഒരു കൊച്ച് UK പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പം എനിക്കും ആ കൊച്ചിനും സുഗന്ധാഭിഷേകം ഉണ്ടായി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മ പറഞ്ഞ പോലെ എൻ്റെ വിവാഹം അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷക്കാലം എനിക്ക് ആലോചന നോക്കുന്നുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടിയിലുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് മാത്രം വരുന്നുണ്ടായിരുന്നു, വന്നു പോകും. അങ്ങനെ ഇരിക്കുക അമ്മ ഉടമ്പടിയിൽ വെച്ച ആ സമയത്താണ് ഞാനിവിടെ വന്ന് എനിക്കിവിടെ നിന്ന് 2 പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മാസം തന്നെയാണ് എനിക്ക് പ്രപ്പോസൽ വന്നതും അതും എൻ്റെ സെയിം ഇടവക ഞങ്ങൾ പരിചയമുള്ള കുടുംബക്കാരാണ്. പക്ഷേ അത്ര അടുത്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അമ്മ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ എൻ്റെ ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അമ്മ മാതാവ് തന്ന കുഞ്ഞാണത്. ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി, മക്കളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാസം അമ്മ എൻ്റെ ഉദരത്തിൽ കുരിശ് വരച്ച് അന്ന് മുതൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഡെലിവറിയുടെ അന്ന് വരെ എൻ്റെ ഉദരത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും എനിക്ക് ആ സമയത്ത് എങ്ങനെയെന്ന് അറിയില്ല, എത്രയോ പെട്ടെന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞ പോലെയായിരുന്നു. ഭയങ്കര അത്ഭുതകരമായിട്ട് ഇത്രയും പ്രോബ്ലംസിലുണ്ട്, കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോയിട്ടും എനിക്ക് എൻ്റെ അമ്മ മാതാവ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് കുഞ്ഞിനെ തന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച അന്ന് മുതൽ 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഞാൻ ഉടമ്പടി. ജോസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രിൻസ്, ഇത് ഞങ്ങളുടെ 2 മക്കളാണ്, എഫ്രൈം ആൻഡ് എഫ്രോൺ. ഞങ്ങൾ വരുന്നത് ഖത്തറിൽ നിന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യം പറയാനുള്ള കാരണം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. കൃപാസനം അതെന്തിനാ അങ്ങനെ ഒരു സ്ഥലം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പലപ്പോഴും പത്രം കിട്ടുമ്പോഴും ഞാനത് വായിക്കുക പോലും ചെയ്യില്ല, പുച്ഛിച്ച് ഞാൻ കളയുമായിരുന്നു.
അങ്ങനെ പലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൊക്കെ ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, കൃപാസനം സത്യമാണെങ്കിൽ, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ അന്ന് കുർബാനയ്ക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനം സത്യമാണെങ്കിൽ ഇന്ന് ഞാൻ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾ എന്നോട് പറയണം കൃപാസനത്തെക്കുറിച്ച്, എങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഒരു അത്ഭുതമായി തോന്നി. കാരണം ഞാനത് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മദ്ബഹയിൽ നിന്ന് ശുശ്രൂഷക്കാരൻ ഇങ്ങനെ വായിക്കുകയാണ് ബൈബിള്. നീ കൃപാസനത്തിൽ ചെന്ന് നിൻ്റെ ഉടമ്പടികൾ എടുക്കുക, നീ കൃപാസനത്തിൽ നിൻ്റെ നേർച്ചകളെ കഴിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അത്രയും കാലം വരണ്ടായെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലി പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവർക്കൊന്നും അത് അത്രമാത്രം അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാവരും എന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഇന്ന് തന്നെ പൊക്കോ. അന്ന് രാത്രി തന്നെ ഞാൻ ബസ്സിന് ഇവിടെ വന്ന് എൻ്റെ ആങ്ങളയുടെ കൂടെ വന്നു. ഉടമ്പടി എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനും ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂത്ത മോന് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത്. എൻ്റെ മോന് സ്പ്ലീനോമെഗാലി, അതായത് സ്പ്ലീന്, നമ്മുടെ ഇതിലെ ഓർഗനൈസ് സ്പ്ലീൻ എന്ന് പറയുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഇതായിരുന്നു, അവന് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത് വരും, അതുപോലെ തന്നെ അനീമിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് എഴുതി, എൻ്റെ കുഞ്ഞിൻ്റെ സ്പ്ലീനോമെഗാലി മാറ്റിത്തരണമെന്ന്. അങ്ങനെ പിന്നീടുള്ള സ്കാനിങ്ങിൽ അവൻ്റെ സ്പ്ലീനോമെഗാലി പൂർണ്ണമായി മാറിക്കിട്ടിയെന്ന് കണ്ടു. അതിനുശേഷം ഞാനാണെങ്കിൽ ആ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ അതൊന്നും ഇപ്പം എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തത് എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ UK പോകണോ ഖത്തറിലേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനം, മാതാവ് നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ മാതാവ് എൻ്റെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ 2ാമത്തെ ദിവസം ഖത്തറിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഞാൻ ഖത്തറിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത് പോയി എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്തിനാ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആർക്കും കൃപാസനത്തെക്കുറിച്ചോ ഒരാളുടെ കയ്യിൽ പോലും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇല്ലായിരുന്നു. ഇന്ന് 3 വർഷം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവിടെ എല്ലാവരുടെ കയ്യിലും അവരെല്ലാവരും 10-20 പേര് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഓൺലൈനിലായിട്ടും എല്ലാം ഉടമ്പടി എടുത്തു. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നോട് പറയും, ജോസ്ന ഒന്ന് പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം കേട്ടോ, നിൻ്റെ മാതാവിനോട് നീ പറയണം കേട്ടോ എന്ന് പറയുന്നൊരു നിലയിലേക്ക് മാതാവോട് എത്തിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇനി 2ാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ, അനോമലി സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് വളരെയധികം ഗ്രോത്ത് കൂടുതലാണ്, തലയ്ക്ക് വലുപ്പം കൂടുതലാണ്, കാലുകൾക്ക് വലുപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മൂത്ത മോനുണ്ടായപ്പോൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, അമ്മേ ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ, എന്നെ മച്ചി എന്ന് വിളിക്കാതിരിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നേ പറഞ്ഞുള്ളൂ. 2ാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചോദിച്ചേയില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റുള്ളവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വയറ്റിലായിരുന്നു ഒരു കുഞ്ഞിനെ ദൈവം തന്നത്. 5ാം മാസത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? അപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞു, എൻ്റെ ദൈവം എങ്ങനെ തന്നാലും ഞാൻ അവനെ സ്വീകരിക്കും, അവനെന്ത് കുഴപ്പം വന്നാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥിച്ചു, എൻ്റെ പാരൻസ് പ്രാർത്ഥിച്ചു, കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസം കഴിഞ്ഞു. 7 മാസം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി. അവിടെ എത്ര ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടും ആരും എൻ്റെ അസുഖങ്ങൾ കേൾക്കാനോ ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. ബ്ലീഡിങ് അത് നോർമലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വേദനകൾ വരുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നേയില്ല. കാരണം നമുക്ക് ഇവിടുത്തെ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ അവിടെ പറ്റുകയില്ല. അങ്ങനെ ഞാൻ 6ാം മാസത്തിൽ ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എനിക്ക് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? അവർ പറഞ്ഞു, നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് വീട്ടിൽ പോവാം, 2 ദിവസം സിക്ക് ലീവ് തന്ന് നിന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കൊന്ത ചൊല്ലി കാശ് രൂപ മുറുക്കി പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ ബ്ലീഡിങ്ങിന് കാരണം എന്താണ്, അതെനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. തിരിച്ചു വന്ന ആ ഡോക്ടർ ദൈവദൂതനെ പോലെ ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ജോസ്ന നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. അതുവരെ എന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച ഡോക്ടർ ആ സ്കാനിങ് റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഇനി നീ അനങ്ങരുത്, നിൻ്റെ യൂട്രസ് മൊത്തമായി തുറന്നിരിക്കുകയാണ്, ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു, നിനക്ക് കുഞ്ഞ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഫുൾ ബെഡ് റെസ്റ്റായി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്നാണെങ്കിൽ അവർ അനങ്ങാനോ ഒന്നിനും അവർ സമ്മതിക്കാത്ത രീതിയിൽ അവരെന്നെ അവിടെ കിടത്തി. പിറ്റേ ദിവസം തന്നെ എനിക്ക് വേദന വന്നു. ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് വേദനയുണ്ട്, ഞാൻ ഡെലിവറി ആവും. അവർ പറഞ്ഞു, ഇല്ല, നിനക്ക് വേദന ഒരിക്കലും ഒരു വേദനയല്ല, ഇത് പ്രസവ വേദനയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാസൻ്റെ പോയി, ഞാൻ പെട്ടെന്ന് ഡെലിവറിയിലേക്ക് പോയി. അങ്ങനെ എനിക്ക് സിസേറിയനിലൂടെ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു. അന്ന് 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ ഈശോയോട് ചോദിച്ചു,
എന്തിനാണ് എൻ്റെ കുഞ്ഞിന് ഇത്രയും ഗ്രോത്ത് കൂടുതൽ? എന്താണ് കർത്താവേ, എന്താ പറ്റി എൻ്റെ കുഞ്ഞിന്? എന്തായാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണല്ലോ. ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നത് 6-ാം മാസത്തെ സിസേറിയനിലൂടെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് 1 കിലോയും 250 ഗ്രാമും തൂക്കം ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു. അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഒരിക്കലും 6-ാം മാസത്തിലൊരു കുഞ്ഞിന് 1 കിലോയിൽ കൂടുതൽ തൂക്കം വരില്ല. അങ്ങനെ അവനെ അവിടെ കിടത്തി. ഓരോ ദിവസം ചെല്ലുമ്പോഴും കുഞ്ഞിനെ അവിടെ കിടത്തി എന്നെ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ആ സാഹചര്യങ്ങൾ. പക്ഷേ എൻ്റെ ഈശോ എന്നെ മുറുകെ പിടിച്ചു, എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ പറയും ഇന്ന് കിട്ടും എന്ന്, നാളെ പറയും ഇല്ല നീ പ്രതീക്ഷ വെക്കേണ്ട, നിൻ്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ എക്കോ എടുത്തപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ എക്കോയിൽ പറഞ്ഞു കുഞ്ഞിന് മർമറുണ്ട്, അവനെ കൊണ്ടുപോക്കോളം ഇങ്ങനെ മർമറുണ്ട്, അത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്കോ പ്രകാരം കുഞ്ഞിന് ഒരു ഹോളുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ആ ഹോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് സർജറി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അങ്ങനെ അവർ നോക്കി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ കേൾക്കുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു തീർപ്പറിയണം. എന്താണ്? നീ തരുവാണെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ നീ എടുത്തോ, അതെല്ലാം നിൻ്റെ ഇഷ്ടമാണ്. കാരണം ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല, നിൻ്റെ ഇഷ്ടപ്രകാരം നീ തന്നതാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് അന്നും പറഞ്ഞു, കൊന്ത ചൊല്ലി കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നീ ഇടപെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ അവനെ നീലങ്കിയാൽ പൊതിയണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ എത്തുന്നത് വരെ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവരൊരു നീല തുണിയിലാണ് പൊതിഞ്ഞ് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാൻ അവിടുത്തെ നഴ്സുമാരോടും ഡോക്ടേഴ്സിനോടൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ ലാംഗ്വേജോ ഒന്നും ഞാൻ നോക്കിയില്ല. അവരോട് പറഞ്ഞു, അറബിക് രാജ്യമാണെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസന മാതാവ് എനിക്ക് തരും, എൻ്റെ കുഞ്ഞിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ തരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ ഈശോയിൽ നിന്ന് നേടിത്തരുമെന്ന്. അന്ന് പിറ്റേ ദിവസത്തെ സ്കാനിങ്ങിൽ എന്നോട് പറയുകയാണ്, എക്കോയിലും പറയുകയാണ്, നിൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോള് അടഞ്ഞു പോയിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല. അവന് 3 മാസം കറക്റ്റ് 3 മാസം കഴിഞ്ഞാൽ പോലും തരാൻ പറ്റില്ല, ICUവിൽ തന്നെ കിടത്തണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ കയ്യിലേക്ക് തന്നു. അവർ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ മാതാവ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ ആ നഴ്സ് എൻ്റെ കയ്യിലേക്ക് മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാണ് ആ നഴ്സ് എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നത്. അതിനു മുമ്പ് തന്നെ അവർ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഓരോന്നായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ ഡോക്ടർ നഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തല കീഴിൽ വെച്ചോളാൻ. അന്ന് മുതൽ ഞാൻ ആ കാശുരൂപം വെച്ചു, ഉപ്പ് വെച്ചു, വെഞ്ചരിച്ച തൈലം കൊണ്ട് ഞാൻ ഇന്നും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിലും കുരിശു വരയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ കുഞ്ഞിന് മാറ്റങ്ങളായിരുന്നു. ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിൽ അവിടെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. തൈലം ഞാൻ എന്നും തേച്ചു. ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഞാൻ പമ്പ് ചെയ്ത് പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. ആ പാലിൽ എനിക്കറിയാം, ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്കറിയാം, ഒരിക്കലും എൻ്റെ കുഞ്ഞിന് ഉപ്പ് കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് അവൻ്റെ കിഡ്നി പ്രവർത്തനങ്ങളായിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ നേഴ്സ് ആയിരുന്നില്ല, ഞാനൊരു അമ്മ. എൻ്റെ ഈശോയിലൂടെ എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നും എടുക്കുന്ന എൻ്റെ മുലപ്പാലിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് വിതറും എന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ദൈവം തന്നു. ഇന്ന് അവൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ്. അവൻ്റെ കണ്ണ്, ചെവി, എല്ലാ കാര്യങ്ങളും നോർമലാണ്. ഇന്ന് അവന് 11 മാസമായി. പൂർണ്ണ വളർച്ചയുള്ളൊരു കുഞ്ഞിനെ പോലെ തന്നെ എത്തി. അവന് പൂർണ്ണമായിട്ടും 11 മാസത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 8 മാസമായി കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ മാതാവും ഈശോയും കൃപ തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ കുഞ്ഞിന് പാല് കൊണ്ട് പോകുമ്പോഴായിരുന്നു ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ബാക്കിൽ നിന്നൊരു വണ്ടി ഇടിച്ചു. അന്ന് ആ വണ്ടി ഇടിച്ച് കണ്ടവരെല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ പറ്റി, ഞങ്ങൾ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ആ വണ്ടിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു പോറൽ പോലും ഇല്ലായിരുന്നു. ഞാൻ സിസേറിയൻ കഴിഞ്ഞ് അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മുറി, അവിടെ ഒരു വേദന വന്നു എന്നല്ലാതെ ഒരു കുഴപ്പമില്ല. കാരണം അവിടെ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ഖത്തറിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് ഇവിടുന്ന് ഒരു വെഞ്ചരിച്ച കാശുരൂപം തന്നു. അത് ഞങ്ങൾ അവിടുന്ന് പുതിയ കാറ് വാങ്ങിച്ച സമയത്ത് ആ കാറിൽ ഞങ്ങൾ ഈ വെഞ്ചരിച്ച കാശുരൂപം വെച്ചു. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അയ്യോ, ആ കാശുരൂപം പോയല്ലോ, വെഞ്ചരിച്ച് കിട്ടിയതല്ലേ. പക്ഷേ ആ ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ കാശുരൂപം കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വന്ന് വീഴുവാണ്. ഞാൻ നോക്കിയപ്പോൾ ആ കാശുരൂപം അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്നും വന്നിട്ടില്ല, കാരണം മാതാവിൻ്റെ സംരക്ഷണം അവിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു
എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥന അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ചൊരു കുടുംബത്തിലായിരുന്നു ഞാൻ. രാവിലെ എണീച്ചാൽ 4 മണിക്ക് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിട്ടയായ കുടുംബത്തിലെ പ്രാർത്ഥനയോടുകൂടി വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അതിൽ നിന്ന് എൻ്റേതായൊരു നിലയിലെത്തിയപ്പോൾ തെറ്റി, അതിൽ നിന്ന് മാറി, പലപ്പോഴും പ്രാർത്ഥിക്കാതെയായി, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോയി. പക്ഷേ കൃപാസനത്തിൽ ഞാൻ എന്ന് വന്നോ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലാതിരുന്നു. ബൈബിള് വായിക്കാൻ തുടങ്ങി. മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. കാരണം അതുവരെ ഈശോയെക്കുറിച്ച് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതുവരെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എവിടെയും. പക്ഷേ ഇന്ന് ഞാൻ ആരെ കണ്ടാലും അവരുടെ മുമ്പിൽ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, എൻ്റെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആരുടെ മുമ്പിലും എനിക്കൊരു നാണവുമില്ലാതെ ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച്, അതേത് ഖത്തറിയാണെങ്കിലും ആരാണെങ്കിലും ഫിലിപ്പീൻസ് ആണോ ആരാണെന്നൊന്നും ഞാൻ നോക്കാറില്ല, അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സായിട്ടാണ്. അവിടെയുള്ള ഫിലിപ്പീൻസോ ലബാനീസോ ഉള്ള അവരുടെ കയ്യിലെല്ലാം അവരെല്ലാം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കൊടുത്ത കാശ് രൂപ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ പോന്നപ്പോൾ 1000 പേര് എന്നോട് പറഞ്ഞു വിട്ടു, നീ കൃപാസനത്തിൽ പോകുമ്പോൾ പറയണം, ഈശോയോട് പറയണം. അത് മറ്റ് ആൾക്കാരാണ് എന്നോട് പറയുന്നത്. അവർക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ട് കൊടുത്തു, അങ്ങനെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ചാനലിൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും. എന്നോട് എൻ്റെ പലരും ചോദിക്കും, നിനക്ക് എന്താ ഇത് ഇങ്ങനെ ഫുൾ ടൈം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നാൽ മതിയെന്ന്. പക്ഷെ അതിലെനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. എന്ന് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, മാതാവേ എന്നെ ഇതുപോലെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന്. എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് അതിനുള്ളൊരു മാർഗം തുറന്നു തന്നതായിരുന്നു എൻ്റെ കുഞ്ഞ്. എല്ലാവരും പലരും എന്നോട് ചോദിച്ചിരുന്നു, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നീ ഇത്രയും ഇതാക്കിയിട്ട് നിൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെയായി പോയത്, നിനക്ക് എന്താ ഇങ്ങനൊരു ഡെലിവറി വന്നതെന്നൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ എല്ലാവരോടും പറയുക, അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നത് ഞാൻ കൂടുതലായി ദൈവത്തിലേക്ക് അടുക്കാനായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തെ അറിയിച്ച് വളർത്താൻ എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ ബുദ്ധിമുട്ടുള്ളവരെ കാണും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതായിരുന്നു അത്രയും കാലം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃപാസനത്തിൽ വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പഠിച്ചു, എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എന്നേക്കാൾ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പഠിച്ചു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായിട്ട് മാതാവും ഈശോയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനെല്ലാം പറയുന്നില്ല. ഇത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞ, കൃപ ചൊരിഞ്ഞ, എന്നെ ദൈവികമായ രീതിയിൽ വളർത്താൻ പഠിപ്പിച്ച, എൻ്റെ മക്കളെ ആ രീതിയിലേക്ക് വളർത്താൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സഹായിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും